ശ്രീ എം പ്രകാശൻ, ഇനിയിപ്പോൾ പുതിയ നിലപാടുമായി ബന്ധപ്പെട്ട് മാത്രമേ CPM പ്രതികരിക്കുകയുള്ളൂ. അതായത് നവോത്ഥാന സമിതി രൂപീകരിക്കുകയും നവോത്ഥാന സംരക്ഷണം എന്ന രൂപത്തിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നല്ലോ 2018 സുപ്രീം കോടതി വിധിക്കൊപ്പം നിന്ന നിലപാട്. ആ നിലപാട് തെറ്റായി പോയി എന്ന തിരിച്ചറിവാണോ നിങ്ങൾക്കിപ്പോഴുള്ളത്? CPMന് വിശ്വാസത്തോടും വിശ്വാസികളോടുമുള്ള സമീപനം സുവ്യക്തമാണ്. അത് പരസ്യപ്പെടുത്തപ്പെട്ട ഒന്നുമാണ്. ഇവിടെ വിശ്വാസികളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഞങ്ങൾ കേരളത്തിലെ CPMന് നല്ലതുപോലെ ബോധ്യമുണ്ട്. കേരളത്തിലെ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ഞങ്ങളുടെ കൂടെയാണ്, രാഷ്ട്രീയമായി ഞങ്ങളുടെ കൂടെയാണ്. വിശ്വാസത്തോട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അത് എല്ലാ കാലത്തും ഞങ്ങൾ പരസ്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളതല്ല മൗലികമായ പ്രശ്നം. മൗലികമായ പ്രശ്നം വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുന്നതിൽ എന്താണ് ഞങ്ങളുടെ കടമ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് കുർബാന നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടി ഓഫീസ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. ഇവിടെ കേരളത്തിൽ, ഇവിടെ തലശ്ശേരിയിൽ RSSകാർ ഈ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതിന് കാവൽ നിൽക്കാൻ CPMൻ്റെ പ്രവർത്തകന്മാരെ അയക്കുന്നതിന് മടി കാണിക്കാത്ത പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസത്തെയും അതുപോലെ വിശ്വാസികളെയും സംബന്ധിച്ച നിലപാട് അത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒന്നാണ്. ഇത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. എന്താണ് സാഹചര്യം? നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശ്വാസത്തെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ വർഗീയ ശക്തികൾ. അത് ഹൈന്ദവ വർഗീയത ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ന്യൂനപക്ഷ വർഗീയത മറുഭാഗത്തുണ്ട്. വിശ്വാസത്തെയും അതുപോലെ ആരാധനാക്രമങ്ങളെയും ആരാധനാലയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ അധികാരം പിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കമാണ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 11 കൊല്ലക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധനാലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെന്തു കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുകയാണ്. ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ശക്തിപ്പെടുത്തുക, മറുഭാഗത്ത് ആരാധനാലയങ്ങളെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല സംഘടിപ്പിക്കുക, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസവും ആരാധനാക്രമങ്ങളും ആരാധനാലയങ്ങളും രാഷ്ട്രീയ ഉപകരണങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ കാലത്ത് ഇവിടെ വർഗീയതക്കെതിരെ അണിചേരുന്ന ശക്തികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസികളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അവരുടെ വികാരങ്ങളും സ്വാംശീകരിക്കാനാവുക, അവരെ സംരക്ഷിക്കുന്നത് വർഗീയവാദികളല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുക. വർഗീയ നിലപാടെടുക്കുന്നവരുടേത് 2025 സംഭവിച്ചതാണോ അതോ നേരത്തെയുള്ളതാണോ? താങ്കൾ പറയുന്നതനുസരിച്ച് മോദി ഭരണത്തിൽ വന്നത് മുതൽ നിങ്ങൾക്കത് വ്യക്തമായി എന്നാണ്. അതിനു മുൻപ് തന്നെ പല സംഭവവികാസങ്ങളും രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2025 നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വലിയ തിരിച്ചറിവ് എന്താണ് 2018 നിന്നും 2025 എത്തുമ്പോൾ? 2014 നിന്ന് 2025 നമ്മുടെ രാജ്യത്തിലെ വർഗീയത പർവ്വത സമാനമായിട്ട് വളർന്നിരിക്കുന്നു. അവർ സകല സംവിധാനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അവർ ഈ പറയുന്ന പോലെ വിഘ്നേശ്വര പൂജ ഈ കേരളത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതിനെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ ഹിന്ദുക്കളുടെ മനസ്സിലെ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു ദൈവമാണ്, അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ ദൈവം, വിശ്വാസം, ഇതിനെല്ലാം പൂർണ്ണമായിട്ട് രാഷ്ട്രീയ ചട്ടുവങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം 2014 പോലെയല്ല 2025. അത് ഒരുപാട് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. വരുമ്പോൾ നിങ്ങളുടെ നിലപാടിലെ വ്യത്യാസമാണ് ഞാൻ ചോദിച്ചത്. 2018 നിന്നും 2025 എത്തുമ്പോൾ ഇതൊക്കെയുള്ള കാലമാണല്ലോ, നേരത്തെ തൊട്ടേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രാജ്യത്ത് ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നു. ഞാൻ CPMൽ 2018 നിന്നും 2025 വരുമ്പോൾ എന്തു മാറ്റമെന്ന് വ്യക്തത വരുത്തുമോ? CPMൽ ഒരു മാറ്റവും 2018 മുതൽ 2025 വരെ ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത് 2018 സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചാണല്ലോ. സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ BJPയുടെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ അയ്യപ്പ സന്നിധിയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ തീരുമാനിച്ച CPM ആണെന്നാണ്. അല്ലല്ലോ, രാജ്യത്തിലെ പരമോന്നത നീതിപീഠമാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തോട് ഞങ്ങളുടെ നിലപാടെന്താണെന്നുള്ളത് ഞങ്ങൾ അക്കാലത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ തീരുമാനം മാറിയിട്ടില്ല. സുപ്രീം കോടതിയിലെ 2018 വിധിയോട് ഇപ്പോൾ 2025 CPMനുള്ള നിലപാടെന്താണ്?
2018 വിധി അതുപോലെ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം സ്മൃതി. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. സുപ്രീം കോടതി അല്ല, നിങ്ങൾക്കൊരു നിലപാടുണ്ടാകുമല്ലോ. സുപ്രീം കോടതി വിധി അതേപടി നടപ്പാക്കുക എന്നതിനപ്പുറം നിങ്ങൾക്കൊരു നിലപാടുണ്ടല്ലോ. പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അല്ല, സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചല്ലെന്ന്. ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഞങ്ങളുടേതായ ഒരു നിലപാടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളുടേതായ ഒരു നിലപാടുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ശ്രീ എം പ്രകാശൻ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം വേണമോ വിശ്വാസം വേണ്ടേ, കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകണമോ, അതല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പൊതു നിലപാട്, നിങ്ങൾക്കകത്തെയല്ല, നിങ്ങൾക്ക് പൊതുവായി എടുക്കുന്ന നിലപാട്. നിങ്ങൾ 2018 നിന്നും 2025 എത്തുമ്പോൾ എന്തു മാറ്റമാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞത് 2018 വിധി നടപ്പാക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ല. അതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാചകം. 4 വോട്ടിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ല, ഇത് നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് സുപ്രീം കോടതി വിധി. ആ വാചകം എനിക്ക് 2025 ഒരു CPM നേതാവിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ ശ്രീ എം പ്രകാശൻ? ഒരു വ്യക്തത വരുത്തൂ. എത്ര നേരമായി ചോദിക്കുന്നു. സ്മൃതി, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകണം എന്നൊന്നും അപഹസിക്കാൻ നിങ്ങളായിട്ടില്ല. അതുകൊണ്ടന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ CPM-ന്റെ ആളുകൾ അമ്പലത്തിൽ പോകാൻ പാടില്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നേ? ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകണമെങ്കിൽ തലയിൽ മുടരുന്ന് നിങ്ങളോടാ പറഞ്ഞിരിക്കുന്നത്? വൃത്തികാട് പറയരുത്. ഈ CPM-ന്റെ ആളുകൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞിരിക്കുന്നത്? സംസാരിക്കാം. പരസ്പരം യോജിക്കാത്ത വിഷയങ്ങളിൽ പറഞ്ഞിട്ടില്ല. CPM-ന്റെ ആളുകൾ തലയിൽ മുണ്ടിട്ടാണ് അമ്പലത്തിൽ പോകാന്ന് പറയാൻ മാത്രം സ്മൃതി വളർന്നിട്ടില്ല. നിങ്ങളാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. സ്മൃതിയുടെ വളർച്ച എനിക്കൊരു വിഷയമേ അല്ല. സ്മൃതിയുടെ വളർച്ച എനിക്കൊരു വിഷയമേ അല്ല. പക്ഷേ ഞാൻ പറയാം സ്മൃതി, ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ വളർച്ചയോ തളർച്ചയോ എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നോട് സംസാരിക്കാൻ സ്മൃതി വരുമ്പോ സ്മൃതി സൂക്ഷിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഇങ്ങനെ രഹസ്യമായ അമ്പലത്തിലേക്ക് പോകുന്നില്ല എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പോയ ആളുകളുണ്ട്. അങ്ങ് പോകുന്നില്ലായിരിക്കാം, അങ്ങയുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാകാം, ചുറ്റുമുള്ള നേതാക്കളുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാകാം, അങ്ങനെയല്ലാത്തവരുമുണ്ട്. സ്മൃതിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണയോടെ പറയുന്നത്. ഞാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ. ഞാൻ തലയിൽ മുന്നിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് വൃത്തികേടാ പറയുന്നത്? CPM എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന്? വിശ്വാസമാകാം, ശരി. അപ്പോൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു, അപ്പോൾ ആ രൂപത്തിൽ മാറിയിരിക്കുന്നു. അതായത് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ പാടില്ല എന്നായിരുന്നല്ലോ. അമ്പലത്തിൽ പോകുന്ന വിശ്വാസമായി ബന്ധപ്പെട്ട് CPM നേരത്തെ എടുത്ത നിലപാടല്ലോ ഇപ്പോൾ. നിങ്ങളുടെ അല്പധാരണ വെച്ചുകൊണ്ട് പറയരുതെന്ന്. കാലം മുതൽ ഞങ്ങളുടെ മന്ത്രിമാർ അമ്പലത്തിൽ പോകാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, 2018 സുപ്രീം കോടതി CPIM-ന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഞാൻ ആളല്ല സ്മൃതി. ശ്രീ എം പ്രകാശൻ, 2018 സുപ്രീം കോടതി നിലപാട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാടെന്നേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിധി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ വിധി എപ്പോഴെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, അങ്ങനെയല്ല. ഇല്ലല്ലോ. ഞാൻ പറയാം ശ്രീ എം പ്രകാശൻ, ഞാൻ പറയാം ശ്രീ എം പ്രകാശൻ. ബിന്ദു അമ്മിണി ഈ ശബരിമലയിൽ പ്രവേശിച്ച വനിത ബിന്ദു അമ്മിണി പറയുന്നു അവർക്ക് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ മന്ത്രി VN വാസവൻ നടത്തിയ പ്രതികരണം ഇതാണ്: അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല അത് വിശ്വാസികൾക്കുള്ള സ്ഥലമാണ്. ശരി, അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വനിതാ പ്രവേശവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന സംശയം തോന്നുകയാണ്. അതിലൊരു ക്ലാരിറ്റി അല്ലേ ചോദിക്കുന്നത്? വനിതാ പ്രവേശത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് പഴയ നിലപാടിൽ നിന്ന് മാറിയോ? വനിതാ പ്രവേശനം ഇല്ല. വനിതാ പ്രവേശനം അനുവദിക്കണമോ എന്ന വിഷയം നമ്മുടെ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിലുള്ളൊരു വിഷയമാണ്.
ഇപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താൻ തീരുമാനിച്ചത് ഈ എല്ലാ രാജ്യങ്ങളിലുമുള്ള അയ്യപ്പന്മാരുടെ ഒരു സംഘവുമാണ്, അയ്യപ്പ വിശ്വാസികളുടെ ഒരു സംഘവുമാണ്. ആ അയ്യപ്പ വിശ്വാസികളുടെ സംഘം എന്ന് പറഞ്ഞാൽ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സംഘമാണ്. അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അത് വെച്ചുകൊണ്ട് എത്രയോ കാലമായിട്ട് അയ്യപ്പനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു സംഗമമാണ് തങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെ ആ അയ്യപ്പ സംഗമത്തിൽ ഭക്തരായ വനിതകൾ താല്പര്യപ്പെട്ടാൽ ബിന്ദു അമ്മണിയെ മാറ്റൂ. ബിന്ദു അമ്മണിയെ നിങ്ങൾ വിശ്വാസിയായി കാണുന്നില്ല, മാറ്റിവെക്കൂ ആ പേര്. ഇനി ആ ഒരു നിങ്ങൾക്കൊരു വിവാദം, ആ പേര് ഇപ്പോൾ കേൾക്കുമ്പോൾ വലിയ അസ്കതയാണെങ്കിൽ ആ പേരങ്ങ് മാറ്റിവെക്കൂ. വിശ്വാസിയായ ഒരു വനിതയ്ക്ക്, ഒരു ചെറുപ്പക്കാരിക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? അല്ല, അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ വരുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നില. ഇപ്പോൾ എത്രയോ കാലമായിട്ട് അവിടെ അയ്യപ്പ കാണുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല, ഒരു പ്രത്യേക ഘട്ടത്തിലുള്ള സ്ത്രീകൾ അനുവദിക്കുന്നില്ല. അതാണല്ലോ ഇപ്പോഴത്തെ നില. ഇതുവരെയുള്ള അയ്യപ്പന്മാരുടെ സംഗമം അനുവദിക്കുമ്പോൾ ഇതുവരെ അയ്യപ്പനെ കാണാൻ വന്നവരുടെ സംഘമല്ലേ, പിന്നെ വരാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഇതുവരെ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു തവണ ദർശനം സാധിച്ച ബിന്ദു അമ്മണി വരാൻ ആഗ്രഹിക്കുന്നു. വന്നവർ എന്ന് കൂട്ടുമ്പോൾ ഒരിക്കൽ വന്നല്ലോ. അല്ല, അവർ ദേവസ്വം ബോർഡോട് ചോദിച്ചോട്ടെ. മന്ത്രി സമ്മതിച്ചില്ലെന്നേ. മന്ത്രിയുടെ വാചകം ഞങ്ങളോട് പറഞ്ഞ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞതാണ്. അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല. മന്ത്രി, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ നിരീശ്വരവാദിയാണ് എന്നുള്ള കാര്യം പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള ഒരാളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അയ്യപ്പ ഭക്തരുടെ സംഘവുമാണ്. ശരി, അയ്യപ്പ ഭക്തരല്ലാത്ത ആളുകളെ അവിടെ കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ. ശരി, ഞാൻ ആർ വി ബാബുവിലേക്കും എൻ ശ്രീകുമാറിലേക്കും വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോകുന്നത് ആശ ഉണ്ണിത്താനിലേക്കാണ്. പ്ലീസ് സ്വയം പ്രകാശൻ. ശരി, ഞാൻ വിശ്വാസികളെ ആകെ അപമാനിക്കുകയാണെന്നുള്ളത് നമ്മൾ ബാക്കിയുള്ളവരുണ്ടല്ലോ ചർച്ചയിൽ. നമുക്ക് മൊത്തം ചർച്ച കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാം. Debate with Smriti Parathikkad.